ഇന്ന് പൂതൻ വരണ ദിവസല്ലേ? പൂതനോ? അതെന്താ സാധനം? അയ്യേ, പട്ടണത്തില് പറയണ അമ്മൂലി ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലിയും ഒരന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരൂ മുത്തശ്ശി. പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനിയും സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചോ? പിന്നെന്താ, ദാ കേട്ടോളൂ. വക്കത്തെ മാളിക വീട്ടിലന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി കൊണ്ടുകൊണ്ടുണ്ണിക്കു കാവിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കും, പാരം കൊടുക്കും, പാവ കൊടുക്കുന്നു നങ്ങേരി. കാറ്റിയ മോരൊഴി തൊട്ടി വടിച്ചിട്ട് കാറ്റേ കൂറ്റേ പാട്ടുകൾ പാടിയിട്ട് മാന തമ്പിളി മാമനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങേരി. താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാൽ തേനടിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിച്ചു തങ്ക കട്ടിലിൽ പട്ടു പിരിച്ചിട്ട് തങ്ങളെ കൂട്ടുട കട്ടിയുടത്തിട്ടു ചാഞ്ഞുമയക്കുന്നു നങ്ങേരി. വയസ്സു കഴിഞ്ഞു, കണ്ണും കാതും ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും കണ്ണീരൊഴുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി. ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ. ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോ. അതെന്ത് ചെയ്യുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയിലൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകരിൽ പോലെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലകിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലിരുന്നൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകരിൽ വണ്ടോടിൻ വടിവിലെ നീലക്കല്ലോലകളിൽ മാതളിൽ തൂവെള്ളി ചെറുമുല്ല പൂമുനയ പൂന്തണലിൽ ചെറുകാറ്റത്തിരിയും നെഴുതാലോ പോലെഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. പൂത്തമര ചോട്ടിലും പെൺകൊടി
ഓലയെഴു കാണികളെ കാട്ടിലിടാ ഞാൻ കളവു കാട്ടിലിടാ ഞാൻ കളവു. എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങനെ പറഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണല്ലോ നോട്ടപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമണിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും. സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല എവിടെ പോയി മങ്ങേറി നിന്നു തേങ്ങി. ആത്തിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നമ്മ. നീട്ടി കഴിച്ചു പരമീനല്ല നീളമേഖലം നിന്നുപോയി. കുന്നിൻ കരിയിലെ കൂട്ടക്കല്ലി കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ. പൂമരച്ചൂട്ടി ഇരുന്നു പൂതം പൂവൻ പഴം പോലുള്ളുണ്ണിയുമാ. പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമേ തേനലുകൾ പൂരിത ദുഃഖമേ തേനലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തുന്നോ? പേടിച്ചു ചോദിക്കാൻ നോക്കി ഭൂതം പേടിക്കാനിടേ താളം. കാട്ടിൻ കുഴലിയാൽ ചെന്നു ഭൂതം കുട്ടി കണക്കോടിത്താളം. കാട്ടുടിയായിട്ടു ചെന്നു ഭൂതം തണ്ണീരക്കെടുത്താളം. അരിയാൽ ഭൂതം കരികന്റെ കുഞ്ഞിനെ പിന്നെ ഭൂത എന്താ ചെയ്തേ? പൊന്നും മണികളും കിരികെട്ടി തന്നിടാ പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും. അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുമ്പിലർപ്പിച്ചു തൊഴുതുരച്ചു. ഇതിലും വലിയതാണെന്റെ സന്തോഷം അതിനെ ശരീരത്തെ ഭൂതമേ നീ. അമ്മയ്ക്ക് ഇപ്പൊ കണ്ണ് കാണുമല്ലോ. ഭൂതം വേറൊരു തീയെടുത്തു. തെച്ചിത്തോടു ഹരിച്ചു ഭൂതം ചേലോട് മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരുണ്ടിയെ നിർമ്മിച്ചു ഭൂതം മാർബോടടുക്കേ നോദി ഭൂതം. അമ്മയെടുത്തി തുമ്മ കൊടുത്തി സഞ്ചിതമോദം മൂർധാവിങ്കൽ കടകി കടകി പുല്ലിയവാറെ വേറി തൊന്നെന്നോദിയ
വീശുന്നൊരു ഒട്ടൂതമിതെന്നു കയത്താൾ താളം കൊണ്ടു വിതച്ചേ കൊടിയോ ശാപത്തിന്നവൾ കൈകളുയർത്താൾ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? അതല്ലേ കേൾക്കണ്ടേ. വിറച്ചു പതിച്ചു പൂരൻ കുട്ടിയെ വേഗം വിട്ടു കൊടുക്കാൻ. അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടിച്ച് എന്നുടെ നേരെ കോപമിതേറെ കരുതരുമെന്നെ നീക്കിടല്ലേ. നിങ്ങളുടെ കണ്ണുകൾ മുൻപടിക്കാൻ നിങ്ങളുടെ കുഞ്ഞിടു തന്നെ നോക്കു തൊഴുതു വിധത്തെ നോക്കുക തൊട്ടുമടങ്ങിയടങ്ങി ഭൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായി. പാവം മൂലം സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുളിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകരത്തു കഴിഞ്ഞി തെങ്ങടി കണ്ടമുണങ്ങി കാലം കളവക്കതിർമണി കളമതിരൂക്കൻ കുന്നുകൾ തീർക്കും കാലം വന്നു മടങ്ങുകൾ പൊന്നുണ്ണിക്കൊരു ചേർക്കാൻ ഞങ്ങളെ വീട്ടിനു മംഗളമേ. ഞങ്ങൾ തന്തിര സൗഖ്യമുദിച്ച ഭൂതമതന്നെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാടോടാടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലി അങ്ങനെ എല്ലാവരും ഉണ്ണിയെ അന്വേഷിച്ച് വരണതാ കൂടെ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കങ്ങനെ ചെല്ലാം. മുത്തശ്ശി എത്ര പാവാ ഇതൊക്കെ. മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്നാണ്. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല. കേട്ടില്ലേ തുടികൊട്ടും കലമുട്ടു വിളമ്പിത്തലങ്കലുകൾ അയ്യയ്യാവരവങ്കിളി പൂക്കുലമയിലഞ്ഞ കരിപ്പൂവും ആദ്യം ചിത്തള കോടകൾക്ക് പലവരപാടും കണ്ണങ്ങൾ അരുവിനെ ഉക്കണിക്കായ കിരീടം തലയിലഞ്ഞ കരിമ്പൂതം ചെപ്പിന ചെമ്മണി കുട്ടുമുലകളിൽ തേലിവിരയിൽ പൂമാല്യം ഉറവണി അപ്പടി മൂടിക്കിടക്കും ചെമ്പൻ വാതുകൾ കുട്ടോളം പൂക്കുകൾ നീരെ അതിയരമൻ ചെത്തിയ വെള്ള ആവാട അയ്യയ്യാവരവന്തിതവൃത്തത്തെയും നല്ല മണിക്കൂടം അയ്യയ്യാവരവന്തിതവൃത്തത്തെയും നല്ല മണിക്കൂടം അയ്യയ്യാവരവന്തിതവൃത്തത്തെയും നല്ല മണിക്കൂടം അയ്യയ്യാവരവന്തിതവൃത്തത്തെയും